നമസ്കാരം. വലിയ അഴിമതികളും കള്ളപ്പണ കേസുകളും ജനവിരുദ്ധ നയങ്ങളും കാരണം കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ട് വഴിമുട്ടി നിൽക്കുന്ന CPM മുഖ്യമന്ത്രി VD സതീശന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയെങ്കിലും ഒരു തെറ്റ് വീണ് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മൂലം വള്ളംകളി അവധിയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടാകുന്നത്. കുട്ടനാട് MLA റെജി ചെറിയാൻ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി നൽകിയ ശേഷം മുഖ്യമന്ത്രി VD സതീശൻ തന്റെ സീറ്റിലിരുന്ന് പറഞ്ഞ ചില വാക്കുകൾ മൈക്കിലൂടെ പുറത്തു വന്നതാണ് ഇപ്പോൾ CPM വലിയൊരു ആയുധമാക്കി മാറ്റാൻ നോക്കുന്നത്. ജൂൺ 29 നടക്കുന്ന മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്നായിരുന്നു റെജി ചെറിയാന്റെ സബ്മിഷൻ. അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് സതീശൻ ഔദ്യോഗികമായി മറുപടി നൽകുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം സീറ്റിലിരുന്ന് ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് പുറത്തു വന്നത്. ഇത് കുട്ടനാടൻ ജനതയെ അവഹേളിക്കലാണെന്നും പറഞ്ഞ് ചമ്പക്കുളത്ത് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചും DYFI തകഴി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളം തുഴഞ്ഞും വൻ പ്രതിഷേധ നാടകങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ഈ വിവാദത്തിന് പിന്നിലെ യഥാർത്ഥ സത്യം എന്താണെന്ന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തന്നെ വളരെ വ്യക്തമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചിട്ടുണ്ട്. തന്നോട് നേരത്തെ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിന്റെ തുടർച്ചയാണ് സതീശൻ പറഞ്ഞതെന്നും അത് MLA റെജി ചെറിയാനുള്ള മറുപടി അല്ലെന്നുമാണ് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത്. തന്നോട് മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ചോദ്യം വരുന്നത്. തുടർന്ന് അതിന് മറുപടി പറഞ്ഞ ശേഷം തന്നോട് സംസാരം തുടരുകയായിരുന്നു അദ്ദേഹം. റെജി ചെറിയാനോടല്ല മുഖ്യമന്ത്രി അത് പറഞ്ഞതെന്ന് തനിക്ക് നന്നായിട്ട് അറിയാമെന്നും ഈ വിഷയത്തിൽ ലോകത്തെ മുഴുവൻ പറ്റിക്കാൻ നോക്കിയാലും തന്നെ പറ്റിക്കാൻ കഴിയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. ഒരു മുന്നണിയിലെയും ഭരണത്തിലെയും ഉന്നതനായ മന്ത്രി തന്നെ കാര്യങ്ങൾ ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടും അത് അംഗീകരിക്കാൻ CPM തയ്യാറാകുന്നില്ല. കാരണം അവർക്ക് VD സതീശനെ വ്യക്തിഹത്യ ചെയ്യാൻ കിട്ടിയ ഒരു വലിയ അവസരമായിട്ടാണ് അവരിതിനെ കാണുന്നത്. മുൻപ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ച കാലത്ത് നടന്ന വൻ കൊള്ളകളുമായി വെച്ച് നോക്കുമ്പോൾ ഇതൊരു നിസ്സാര പ്രശ്നം മാത്രമാണ്. ഈ അനാവശ്യ ആരോപണങ്ങളോട് മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിക്കാൻ പോകാത്തത് ഇത്തരം വില കുറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ്. അവധി പ്രഖ്യാപിക്കേണ്ട കാര്യങ്ങളിലും മറ്റു അവസരോചിതമായി ജനപക്ഷത്തു നിന്നും ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രി തന്നെയാണ് VD സതീശൻ എന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞതുമാണ്. ജനങ്ങളുടെ വലിയ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടുന്ന അദ്ദേഹത്തിന്റെ ജനപ്രീതി ഇല്ലാതാക്കാൻ ഒരു സാധാരണ പ്രാദേശിക അവധിയുടെ പേര് പറഞ്ഞ് CPM നടത്തുന്ന ഈ ഒരു കളി ശരിക്കും ഹാസ്യാത്മകമാണ്. ഭരണം നഷ്ടപ്പെട്ടതിനു ശേഷം CPMന് സർക്കാരിനെതിരെ ഉന്നയിക്കാൻ വലിയ അഴിമതി വിഷയങ്ങളോ വികസന മുരടിപ്പുകളോ ഒന്നും തന്നെ കിട്ടുന്നില്ല. പുതിയ സർക്കാർ വളരെ സുതാര്യമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സതീശന്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ ചെളി വാരി എറിയലാണ് ഇപ്പോൾ CPM നടത്തുന്നത്. എന്നാൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ ഒരൊറ്റ മറുപടിയോടെ അവരുടെ സകല ന്യായീകരണ ക്യാപ്സ്യൂളുകളും തകർന്നു വീണിരിക്കുകയാണ്. ചുരുക്കത്തിൽ നിയമസഭയിലെ ഒരു സാധാരണ സംഭാഷണത്തെ വളച്ചൊടിച്ച് വലിയൊരു വിവാദമാക്കി മാറ്റി കുട്ടനാടൻ ജനതയെ സർക്കാരിനെതിരെ തിരിക്കാമെന്ന CPMന്റെ മോഹം സ്വപ്നം തകർന്നിരിക്കുകയാണ്. ഇത്തരം ചില്ലറ വിവാദങ്ങൾ കൊണ്ടൊന്നും VD സതീശൻ എന്ന ജനകീയ നേതാവിന്റെ പ്രതിച്ഛായയ്ക്ക് ഒരു കോട്ടവും തട്ടാൻ പോകുന്നില്ല. വില കുറഞ്ഞ രാഷ്ട്രീയ നാടകങ്ങളെ തള്ളിക്കളഞ്ഞ് നാടിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജനപക്ഷ ഭരണവുമായി മുന്നോട്ടു പോകുന്ന സർക്കാരാണ് മുഖ്യമന്ത്രി VD സതീശന്റേത്.